ബിഗ് ബോസ് സീസൺ 6 മാറ്റിപ്പിടിക്കലിന്റെ സീസൺ. അങ്ങനെയല്ലേ നമുക്ക് പ്രേക്ഷകർക്കായിട്ട് അവരൊരു ഓഫർ തന്നത്. ഇപ്പൊ മാറ്റിപ്പിടിക്കൽ കൂടി കൂടി ഏഷ്യനെറ്റിന്റെ കമന്റ് ബോക്സ് ഓപ്പൺ ചെയ്യാനേ പറ്റില്ല. ഏത് തരം തെറിവിളികളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി പുതിയത് കണ്ടുപിടിക്കണം. വളരെ സീരിയസ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക്, കമന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഈ വീഡിയോ ഇന്ന് ഇവിടെ വന്ന് പറയാൻ കാരണം, നമുക്കറിയാം ഇന്നലത്തെ മാറ്റിപ്പിടിക്കൽ എന്തായിരുന്നു. അതെ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ചവിട്ടി പുറത്താക്കിയ രതീഷിനെ തിരിച്ച് ഏഷ്യനെറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരാഴ്ച നിങ്ങൾ ആലോചിക്കണം കേട്ടോ, വോട്ടിംഗ് കുറവാണെന്നുള്ള ബിഗ് ബോസിന്റെ ഫസ്റ്റ് ചതി അതായിരുന്നു. ഫസ്റ്റ് പ്രേക്ഷകരോട് ബിഗ് ബോസ് കാണിച്ച ചതി. കാരണം ഈ വോട്ടിംഗ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ കാശ് ചെലവാക്കി നമ്മൾ ഈ ഓരോ കണ്ടസ്റ്റൻസിനും വേണ്ടി വോട്ട് ചെയ്ത് കൊടുക്കും. പക്ഷേ നമ്മൾ എന്തുമാത്രം വോട്ട് ചെയ്താലും ഇപ്പോൾ ഈ ആഴ്ച നമ്മൾ വോട്ട് ചെയ്ത് ഇന്ന ആള് പുറത്തു പോകണമെന്ന് പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടോ, അവരെ ഒരിക്കലും ഏഷ്യനെറ്റ് പുറത്താക്കില്ല. എന്ത് ചെയ്യും? അവർ പറയും ഈ വീക്ക് നമ്മൾ സന്തോഷവാരമായി ആചരിക്കുന്നു, നെക്സ്റ്റ് വീക്ക് നമ്മൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് ആവശ്യമുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിൽ ആ ആഴ്ചത്തെ എലിമിനേഷൻ അങ്ങോട്ട് മാറ്റി വെക്കും. അത് എന്ത് കോപ്പെങ്കിലും കാണിക്കട്ടെ, ആ കാര്യം നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ രതീഷിന്റെ കാര്യം പറയുവാണെങ്കിൽ, ഇന്നലെ രതീഷിനെ കൊണ്ടുവരുന്നു. അടിപൊളി എൻട്രി തന്നെയായിരുന്നു. രതീഷ് പറയാതിരിക്കാൻ വയ്യ. വന്ന വഴിക്ക് തന്നെ നമ്മുടെ പൂരങ്ങാട് ആ പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ചാണ് ഷോളിക്ക് കടന്നത്. പക്ഷേ ഷോളിക്ക് കടന്ന രതീഷിനെ കുറിച്ച് ലാലേട്ടൻ പറഞ്ഞ, എനിക്ക് സത്യം പറയണമെന്നുണ്ടെങ്കിലോ, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആ മനുഷ്യനോടുള്ള റെസ്പെക്ട് തന്നെ പോകുന്നു. കാരണം ഒരു വ്യക്തിയെ ഒരു ഷോയിലേക്ക് എൻട്രി ചെയ്യിക്കുന്നു. പ്രേക്ഷകരായ നമ്മൾ, അതായത് വിഡ്ഢികളായ നമുക്ക് ഒരു ഐഡിയ ഇല്ല ഇയാൾ എന്തിനാ വന്നത്, ഇയാൾ ഒരു കണ്ടസ്റ്റന്റ് ആണോ, ഒരു വൈൽഡ് കാർഡ് ആണോ, ഒരു ചലഞ്ചറാണോ, ഒരു ഐഡിയ ഇല്ല കേട്ടോ. നമ്മളോട് പറയുവാണ് ഇവിടെ ഇങ്ങനൊരു വ്യക്തി വന്നിട്ടുണ്ട്, രതീഷ് എന്ന് പറയുന്ന വ്യക്തി. അയാൾ ആരോടും ഒരു കാര്യം പറയില്ല. പക്ഷേ അവിടെയുള്ള മറ്റ് കണ്ടസ്റ്റൻസിന് ഒന്ന് ചായം കിടക്കാനുള്ള തോളോ, എന്തൊക്കെ മാറ്റിപ്പിടിക്കലാണ്. അതായത് ഉഡായിപ്പ് എന്ന് പറഞ്ഞ അടുത്ത ഉഡായിപ്പ്. പല പ്രൊമോസ് ഇട്ട് ഇങ്ങനെ ഒരു വ്യക്തി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഹിന്റുകളൊക്കെ പുറത്തു കൊടുത്ത് ആളുകൾ വീഡിയോസ് ഒക്കെ ചെയ്ത് ദേ വരുന്നു, രതീഷ് വരുന്നു, കളി ആകെ മാറാൻ പോകുന്നു, അങ്ങനെ ഒരു എക്സ്പെക്ടേഷനിൽ നമ്മൾ പ്രേക്ഷകരെ നിർത്തും. അത് കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ പറയുന്നു രതീഷ് ഇവിടെ നന്നായി ബിഹേവ് ചെയ്ത, രതീഷ് എങ്ങനെ പോകുന്നു എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ ആ വ്യക്തി അവിടെ ഫേക്കായി നിൽക്കണം. ഇത് ഒരു ഒറിജിനൽ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും നിങ്ങളായി നിൽക്കേണ്ട ഷോയാന്നാ പറയുന്നത്. പക്ഷെ ഏഷ്യനെറ്റ് പറഞ്ഞു വിടുവാണ്, രതീഷിന് ഇന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുവാണ്, ഇത് പറയരുത് അത് പറയരുതെന്ന്. ഞാൻ ചോദിക്കട്ടെ, പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇനി അറിയാത്ത ഏത് കണ്ടസ്റ്റന്റ് ആണ് അവിടെ ഉള്ളത്? കാരണം സിജോ പോയി വന്നപ്പോൾ സിജോ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ നമുക്കറിയാം. റസ്മീൻ പോയി വന്നപ്പോൾ റസ്മീൻ കൊടുത്ത ഇൻസ്ട്രക്ഷൻസും നമുക്കറിയാം. അങ്ങനെ പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ഇനി ആരെങ്കിലും വന്നോ പോയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പക്ഷെ ഞാൻ പറയുവാണ്, അപ്പൊ അവിടെ പുറത്തെ കാര്യങ്ങൾ അറിയാത്ത ആരുമില്ല. എല്ലാവർക്കും ഒരുവിധം എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ പറയുന്നത് അവിടെ ഒന്നും കളിക്കാതെ നിൽക്കുന്ന ടീംസിന്റെ കാര്യമല്ല. മെയിൻ ആയിട്ടുള്ള ആളുകൾ, അവരെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും അവർക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇന്നലെ കൊണ്ടുവന്ന ആ മനുഷ്യനെ എന്തിനു കൊണ്ടുവന്നോ? കാരണം അയാളെന്ന് വെച്ചാൽ നമുക്കറിയാം നല്ല ആക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഗെയിമിലൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അയാളെ പിടിച്ച് പുറത്താക്കിയത്. നമുക്ക് കൃത്യമായ റീസണും നമുക്കറിയാം. പക്ഷേ ഏഷ്യനെറ്റിന്റെ തോന്നിവാസങ്ങൾക്ക് വേണ്ടിയിട്ട് അയാളെ വോട്ടിന്റെ പേര് പറഞ്ഞ് പുറത്താകുന്നു. ഇന്നലെ അയാളെ കൊണ്ടുവരുന്നു. എന്തിനു കൊണ്ടുവന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, സിബിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യം ഈ എന്താ പറയുക, മലയാളികൾ, അതായത് ഈ ബിഗ് ബോസ് കാണുന്ന എവിടെയുള്ള ആളുകളാണെങ്കിലും അവർ മറന്നു പോകണം. അപ്പൊ നമുക്കറിയാം രതീഷ് വന്നാൽ അവിടെ ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരിക്കും. ഓട്ടോമാറ്റിക്കലി സിബിന്റെ കാര്യങ്ങൾ ബാക്കി ആളുകൾ, അതായത് നമ്മളൊക്കെ മറന്നു പോകും. അപ്പൊ ഈ ഏഷ്യനെറ്റിന് കിട്ടുന്ന തെറിവിളികൾ, കാരണം എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഇനി വിളിക്കാൻ വേറെ തെറികളില്ല. പുതിയ തെറികൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പൊ അതിനു വേണ്ടി ഏഷ്യനെറ്റിന്റെ പാവയായിട്ട്, കളിപ്പാവയായിട്ട് പപ്പറ്റ് ആ ഒരു അവാർഡും കൊടുക്കുന്നതാണ് ഞാൻ അറിഞ്ഞത്. ബിഗ് ബോസ് ഷോയില് നെക്സ്റ്റ് പപ്പറ്റ് അവാർഡ് കൊടുക്കാൻ പോകുന്നത്, ലാലേട്ടൻ കൊടുക്കാൻ പോകുന്നത് രതീഷിനാണ്. രതീഷ് ഇങ്ങോട്ട് തിരിയുമ്പോൾ ബിഗ് ബോസിന്റെ ക്യാമറ ഉണ്ടാവും, അങ്ങോട്ട് തിരിയുമ്പോണ്ടാവും. ബിഗ് ബോസ് പറയുന്ന അതേ വഴിയിലെ നടക്കാൻ പോകുള്ളൂ. എന്തിനാണ് ഇയാളെ കൊണ്ടുവന്നത്? എന്തിനാണ് ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത്? ഇതാണോ എന്ത് പറയുന്നത് മാറ്റിപ്പിടിക്കൽ? നമ്മളെയൊക്കെ ഇനി നിങ്ങൾ നോക്കിക്കോ, നാളെ അടുത്ത ആള്, അങ്ങനെ ബിഗ് ബോസ് 1 തൊട്ട് 6 വരെയുള്ള കണ്ടസ്റ്റൻസില് പോയി വന്നവരെയൊക്കെ കൊണ്ടുവരും ഓരോ ദിവസം. അങ്ങനെ തള്ളി നീക്കി ഈ ഷോ 100 ദിവസം വരെ. അപ്പൊ ഓരോ ദിവസം ഓരോ പുതിയ ആൾ
ആളുകൾ വരുന്ന പറയുമ്പോൾ നമ്മൾ ഭയങ്കര എക്സ്പെക്ടേഷനോടുകൂടി ഇത് നോക്കിയിരിക്കും. അപ്പൊ നമ്മളെല്ലാരും നോക്കിയിരുന്നനുസരിച്ച് TRP കയറ്റും. അതാണ് അവരുടെ ബിസിനസ്. അതാണ് പ്രേക്ഷകരെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്ന കണ്ടസ്റ്റൻസിനെ കളിയാക്കിക്കൊണ്ടുള്ള ബിഗ് ബോസിന്റെ എന്ത് പരിപാടി? ആ പരിപാടി കൂതറ പരിപാടി, അല്ലെങ്കിൽ കുറെ തീട്ട പരിപാടി, തീട്ട കേസ്, ഇതൊക്കെ നമുക്ക് ഇതിനെ വിളിക്കാവുന്ന നല്ല നല്ല ബെസ്റ്റ് പേരുകളാണ്. അല്ലെങ്കിൽ ലാലേട്ടനെ പോലെയൊക്കെ ഒരു വ്യക്തി വന്ന് നിന്നിട്ട് ഒരു മനുഷ്യന് എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ച് മറ്റാളുകളെ ജഡ്ജ് ചെയ്യുക, അതിൽ നിന്നും ഒരു മനുഷ്യനൊക്കെ ടോട്ടലി ബ്രോക്കൺ ഡൗൺ ആയി, അതായത് ഇനി ഫർദർ തന്നെ ഫ്യൂച്ചർ എന്താണെന്നൊക്കെ വറി ചെയ്ത് ഭയങ്കരമായി തകർന്ന ഒരു വ്യക്തിനെയൊക്കെ ഷോയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം പറയുന്നു ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം ഹെൽത്ത് ഇഷ്യൂസ് കാരണം പുറത്താക്കുന്നു എന്ന് പറയുന്നു. എന്ത് ന്യായമായ കാര്യമാണത്? എന്ത് ന്യായം? അതുപോലെ തന്നെ നമുക്കറിയാം ഇന്നലെ കാണിച്ച തെണ്ടിത്തരങ്ങൾ ഞാൻ വീണ്ടും എടുത്തു പറയുന്നു. ജിൻഡോയും ഗബ്രിയും ശരണയും തമ്മിലുള്ള ആ ഫൈറ്റില് ആരാണ് ശരണയുടെ മുടി പിടിച്ച് വലിച്ചത്? അവർക്ക് കൃത്യമായിട്ടറിയാം അത് അർജുനോ അല്ലെങ്കിൽ ഗബ്രി, ഇതിൽ ഒരാളെ ചെയ്തേന്നറിയാം. എന്തുകൊണ്ട് ആ കാര്യം കൃത്യമായി ജിൻഡോയ്ക്ക് പറഞ്ഞ് കൊടുത്തില്ല? ശരണയ്ക്ക് ഇപ്പൊ ജിൻഡോനെ കുറിച്ച് സ്റ്റിൽ ഭയങ്കര ദേഷ്യമാണ്. ശരണയുടെ മുടി പിടിച്ചു വലിച്ചു. അപ്പൊ ആ ഒരു വ്യക്തി, ആ വൈരാഗ്യം ശരണ അല്ലെങ്കിൽ ആ വിഷമം ശരണയുടെ മനസ്സിലുണ്ടായിരിക്കും അല്ലെ? ജിൻഡോ പുറത്തു വന്ന് അല്ലെങ്കിൽ ശരണെ പുറത്തു വന്ന് കാര്യങ്ങൾ അറിയുവോളം ഇതെല്ലാം ഏഷ്യനെറ്റിന്റെ കൃത്യം പറയാന്നുണ്ടെങ്കിൽ അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ പൊട്ടന്മാരാക്കിയിട്ട് ഇവർക്ക് കാശ് നേടാനുള്ള ഒരു പരിപാടിയല്ലെന്നേ ഞാൻ ചോദിക്കുന്നേ. സതീഷിനെ കൊണ്ടുവന്നതിൽ എനിക്കൊരു സംശയമില്ല. അയാളെ അനങ്ങാൻ സമ്മതിക്കില്ല. കാരണം ഇങ്ങനെയായിരിക്കും ഇൻസ്ട്രക്ഷൻ. താൻ എന്തെങ്കിലും ഇവിടെ പ്രശ്നം ഉണ്ടാക്കി അപ്പ പിടിച്ച് പുറത്താക്കും. ഞാൻ വലിയ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. രതീഷ് എന്ന് പറയുന്ന വ്യക്തി ആ ഷോയിൽ എന്തായാലും കുറച്ച് ദിവസം കാണുമായിരിക്കും. കാരണം അയാൾ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ലാലേട്ടൻ പറഞ്ഞ പോലെ ഒന്നും മിണ്ടരുത്, ഇങ്ങോട്ട് തിരിയരുത്, അങ്ങോട്ട് തിരിയരുത്. കാരണം സിജോ പറയുന്നുണ്ട് കുറെ കാര്യങ്ങള്. സിജോ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ തോന്നുന്നുണ്ട് പുറത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ സിജോയ്ക്ക് അങ്ങനെ പ്രത്യേക ഒരു പ്രിവിലേജ് കൊടുത്ത് ഈ ബാക്കി എല്ലാവരും മിണ്ടാതിരിക്കണം എന്നൊക്കെ പറയുന്ന ഈ പരിപാടികളൊക്കെ ഒരാൾക്കും നമുക്കൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. അത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയുമായി തിരിച്ചു വരുന്നതായിരിക്കും. കമന്റ്സ് ഇടാൻ ആരും മറക്കരുത്. വേഗം കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ.